ഗായ്സ്, അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു വിഷു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വിഷു എങ്ങനെയായിരുന്നു എന്നൊന്ന് കാണിച്ചു തരാനായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ആയിട്ട് കഴിക്കാറെന്ന് വെച്ചിട്ട് വെള്ളയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചിക്കനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു 11 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഇപ്രാവശ്യം അമ്പലത്തേക്കൊന്നും പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെ ഉണ്ട്, ഇന്നത്തെ ദിവസം എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ആവാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പപ്പടം വറുക്കുന്നുണ്ടായിരുന്നു, ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. പിന്നെ വല്യമ്മ അവിടെ തേങ്ങ ചെരുകുന്നുണ്ടായിരുന്നു വിഷുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വിഷുക്കട്ടയാണല്ലോ മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വല്യമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പാറു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളും ചിക്കനും മട്ടനും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പഴംപൊരി ഉണ്ട്, അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിമോള് വന്നത്. ഉണ്ണിമോള് വന്നു, ഫുഡ് കഴിച്ചു. ഞങ്ങളൊക്കെ എല്ലാവരും മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് കയറി. ഞങ്ങൾ പിന്നെ വിഷു ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ എടുക്കും കേട്ടോ. പുതിയ ഡ്രസ്സ് എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിട്ട് നിൽക്കും, ഫോട്ടോ എടുക്കും. ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു പുതിയൊരു സ്ഥലമല്ല, ഞങ്ങൾ എപ്പോഴും ഫോട്ടോ എടുക്കുന്നത് അവിടെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അവിടെ നല്ല നല്ല ഫോട്ടോസുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എല്ലാ പ്രാവശ്യം അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കാറ്. പിന്നെ മടുത്തു സംഭവം, കുറേ ആയിട്ട് അവിടെ തന്നെ ആയ കാരണം ഞങ്ങൾക്ക് മടുത്തു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തിൽ പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ആലോചന ഒക്കെ ഉണ്ടായിരുന്നു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ബൈ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വല്ലാണ്ടൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും അവിടെ നിന്ന് എടുക്കണ കാരണം തോന്നുന്നു ഞങ്ങൾക്ക് ആ സ്ഥലം കണ്ടിട്ട് മടുത്തു. പിന്നെ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ ചിലപ്പം കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ, ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് സ്ഥലം എന്നൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലം തന്നെയുള്ള വേറെ സ്ഥലമൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ ലാസ്റ്റൊക്കെ എടുത്തു. ഇതാണ് വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, വിഷുക്കട്ട. ഉണങ്ങേണ്ടി തേങ്ങ. അങ്ങനെ വിഷുക്കട്ടി സെറ്റായി, ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 1 മണി 1:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ വിളമ്പലിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം പാറുവൊക്കെയാണ് ഇപ്രാവശ്യം വിളമ്പുന്നുണ്ടായിരുന്നത്. ഉണ്ണിമോനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്. അങ്ങനെ കുറേ കൂട്ടം കറികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഒക്കെ വിളമ്പി വെച്ച്, ഇനി കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മടുക്കും. ഞാനിങ്ങനെ കുറേ ഒന്നും കഴിക്കാറൊന്നുമില്ല. എനിക്ക് എന്ന് വെച്ചാൽ കുറേ കാണുമ്പോൾ മീൻസ് ഒന്നും ഞാൻ കഴിക്കില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കഴിച്ചു, എല്ലാവരും കൂടിയിട്ട് കഴിച്ച് പിന്നെ പടക്കം പൊട്ടിക്കലേക്കാണ് കേട്ടോ കിടക്കുന്നത്. പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിമോൻ ആദ്യം തന്നെ ലൈറ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു, എല്ലാവരും വീട്ടിലും ഫുഡ് റെഡിയും കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ ഫോട്ടോഷൂട്ടിന് പോവാണ് കേട്ടോ. നമ്മുടെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളെന്താ പോലിപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. ഞങ്ങൾ 3 പേരും ഒന്നാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നീർമാതളത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് വണ്ടിയിലും പിന്നെ ഞാനും വേറൊരു കസിനും കൂടിയിട്ട് എൻ്റെ സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത്. കാരണം അതിലെല്ലാവരും കൊള്ളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ നീർമാതളത്തേക്ക് പോകാണ് കേട്ടോ. അവിടെ മറ്റേ നമ്മുടെ കമലാസുരയ്യ ഉണ്ടല്ലോ, ആൾ നിന്നിരുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയാൽ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ, ഭയങ്കര പീസായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഞങ്ങൾ എത്തുന്ന ടൈമിൽ തന്നെ കുറേ പേര് വരുന്നുണ്ടായിരുന്നു. കാരണം വിഷുവായ കാരണം കുറേ പേര് വരുന്നുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബീച്ചിലോട്ട് പോയി. ഇന്നലെ ഫുള്ള് കറക്കായിരുന്നു കേട്ടോ. നമ്മുടെ വിഷുവിൻ്റെ അന്ന് ബീച്ചിലോട്ട് പോയി, ബീച്ചിൽ ഇറങ്ങിയിട്ട് കുറേ നേരം കളിച്ചു. ഞങ്ങൾക്ക് പിന്നെ ബീച്ചിൽ നമ്മളും എല്ലാവരും അങ്ങനെയാണല്ലോ, ബീച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി നന്നായി കളിക്കും. അങ്ങനെ കുറേ നേരമൊക്കെ വെള്ളത്തിലിരുന്ന് കളിച്ചു. പിന്നെ മഴ പെയ്ത കാരണമാണ് നമ്മളൊന്ന് കയറിയത്, അല്ലെങ്കിൽ ഈ ടൈമിലൊന്നും കയറുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് തലൊന്നും നനയ്ക്കില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തലയൊക്കെ തന്നെ നനഞ്ഞു, അങ്ങനെ ഒരു ഇതായിരുന്നു. നമ്മുടെ വീട് ബീച്ചിൻ്റെ ഒക്കെ അടുത്താണെങ്കിലും ഇങ്ങനെ പോകാറൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമൊക്കെ ആയിട്ട് എന്ത് ഫംഗ്ഷൻ വന്നാലും നമ്മൾ ഇങ്ങനെ കസിൻസിനായിട്ടും പാരൻസിനായിട്ടും ഒക്കെ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ബോയ്സ് പിന്നെ എന്താ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അമ്മ അതിലായിരുന്നു കാട്ടിക്കൂട്ടിലുണ്ടായിരുന്നത്. പിന്നെ ഒരു മഴയൊക്കെ പെയ്തപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് വിളിച്ചു തുടങ്ങി വായോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ വിഷു ഈ മഴയോട് കൂടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.